ഓം ശാന്തി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളാണ് സത്യമായ ശലഭങ്ങൾ. നിങ്ങൾ ഇപ്പോൾ ദീപനാളത്തിൽ അർപ്പണമാകുന്നു. ഈ അർപ്പണമാകുന്നതിൻ്റെ സ്മാരകം തന്നെയാണ് ദീപാവലി. ചോദ്യം: ബാബ തൻ്റെ കുട്ടികളെ ഏതൊരു സമാചാരം കേൾപ്പിച്ചിരിക്കുകയാണ്? ഉത്തരം: ബാബ കേൾപ്പിച്ചു, ആത്മാക്കളായ നിങ്ങൾ നിർവാണധാമത്തിൽ നിന്നും എങ്ങനെ വരുന്നു, ഞാൻ എങ്ങനെ വരുന്നു, ഞാൻ ആരാണ്, എന്ത് ചെയ്യുന്നു, എങ്ങനെ രാമരാജ്യം സ്ഥാപിക്കുന്നു, എങ്ങനെ കുട്ടികളായ നിങ്ങളെ രാവണന്റെ മേൽ വിജയം നേടിത്തരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും അറിയുന്നു. നിങ്ങളുടെ ജ്യോതി ജ്വലിച്ചിരിക്കുകയാണ്. ഗീതം: നീ തന്നെ മാതാവും പിതാവും. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ആത്മാക്കൾ ഈ ശാരീരിക കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഗീതം കേട്ടു. ഗീതത്തിൽ ആദ്യമുള്ളത് ശരിയായിരുന്നു, അവസാനം പിന്നെ ഭക്തിയുടെ വാക്കായിരുന്നു. നിന്റെ ചരണങ്ങളിലെ പൊടിയാണ്. ഇപ്പോൾ കുട്ടികൾ ചരണങ്ങളിലെ പൊടിയല്ല. ഇത് തെറ്റാണ്. ബാബ കുട്ടികൾക്ക് ശരിയായ വാക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എവിടെ നിന്നുമാണോ കുട്ടികൾ വരുന്നത്, ബാബ വരുന്നതും അവിടെ നിന്നാണ്. അതാണ് നിർവാണധാമം. എല്ലാവരും വരുന്നതിൻ്റെ സമാചാരം കുട്ടികളെ കേൾപ്പിച്ചു. തൻ്റേതും കേൾപ്പിച്ചു. ഞാൻ എങ്ങനെ വരുന്നു, വന്ന് എന്തു ചെയ്യുന്നു. രാമരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി രാവണന്റെ മേൽ വിജയം നേടിത്തരുന്നു. കുട്ടികൾക്കറിയാം, രാമരാജ്യവും രാവണരാജ്യവും ഈ ഭൂമിയിലാണ് എന്ന് തന്നെ പറയും. ഇപ്പോൾ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഭൂമി, ആകാശം, സൂര്യൻ തുടങ്ങിയവ എല്ലാം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നു. അതിനാൽ പറയും, രാവണരാജ്യവും മുഴുവൻ വിശ്വത്തിലാണ്, രാമരാജ്യവും മുഴുവൻ വിശ്വത്തിലുമാണ്. രാവണരാജ്യത്തിൽ എത്ര കോടികളുണ്ട്, രാമരാജ്യത്തിൽ കുറച്ചുപേരേ ഉള്ളൂ. പിന്നെ പതുക്കെ വർധന ഉണ്ടാകുന്നു. രാവണരാജ്യത്തിൽ വർധനവ് വളരെയധികം ഉണ്ടാകുന്നു. കാരണം മനുഷ്യർ വികാരിയാകുന്നു. രാമരാജ്യത്തിൽ നിർവികാരിയാണ്. മനുഷ്യരുടെ തന്നെ കഥയാണ്. അപ്പോൾ രാമനും പരിധിയില്ലാത്ത അധികാരിയാണ്, രാവണനും പരിധിയില്ലാത്ത അധികാരിയാണ്. ഇപ്പോൾ എത്ര അനേകം ധർമ്മങ്ങളുണ്ട്. അനേകം ധർമ്മങ്ങളുടെ വിനാശം എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബാബ വൃക്ഷത്തെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ദസറ ആഘോഷിക്കുന്നു, രാവണനെ കത്തിക്കുന്നു. ഇതാണ് പരിധിയുള്ള കത്തിക്കൽ. നിങ്ങളുടേതാണെങ്കിൽ പരിധിയില്ലാത്ത കാര്യമാണ്. രാവണനെയും കേവലം ഭാരതവാസികൾ തന്നെയാണ് കത്തിക്കുന്നത്. വിദേശത്തിലും എവിടെയെല്ലാം ഭാരതവാസികൾ കൂടുതൽ ഉണ്ടാകുമോ അവിടെയും കത്തിക്കും. അതാണ് പരിധിയുള്ള ദസറ. ലങ്കയിൽ രാവണൻ രാജ്യം ഭരിച്ചിരുന്നു. സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോയി എന്നും കാണിക്കുന്നു. ഇതായി പരിധിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ബാബ പറയുന്നു, മുഴുവൻ വിശ്വത്തിലും രാവണന്റെ രാജ്യമാണ്. രാമരാജ്യം ഇപ്പോഴില്ല. രാമരാജ്യം എന്നാൽ ഈശ്വരനാൽ സ്ഥാപിക്കപ്പെട്ടത്. സത്യയുഗത്തെ പറയുന്നത് രാമരാജ്യം എന്നാണ്. മാല സ്മരിക്കുന്നു, രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്നു. എന്നാൽ രാജാവാകുന്ന രാമനെ അല്ല സ്മരിക്കുന്നത്. ആരാണോ മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം ചെയ്യുന്നത്, ആ ഒന്നിൻ്റെ മാലയാണ് സ്മരിക്കുന്നത്. ഭാരതവാസികൾ ദസറയ്ക്ക് ശേഷം പിന്നെ ദീപാവലി ആഘോഷിക്കുന്നു. ദീപാവലി എന്തുകൊണ്ട് ആഘോഷിക്കുന്നു? കാരണം ദേവതമാരുടെ കിരീടധാരണം നടക്കുന്നു. കിരീടധാരണ സമയത്ത്
വിളക്കുകളും മറ്റും വളരെയധികം കത്തിക്കുന്നു. ഒന്നാമതായി കിരീടധാരണം, രണ്ടാമതായി പിന്നെ പറയുന്നു ഓരോ വീട്ടിലും ദീപമാല. ഓരോ ആത്മാവിൻ്റെയും ജ്യോതി ജ്വലിക്കുന്നു. ഇപ്പോൾ എല്ലാ ആത്മാക്കളുടെയും ജ്യോതി അണഞ്ഞിരിക്കുന്നു. അയൺ ഏജ് ആണ്, അതായത് അന്ധകാരമാണ്. അന്ധകാരം എന്നാൽ ഭക്തി മാർഗം. ഭക്തി ചെയ്ത് ജ്യോതി മങ്ങിപ്പോകുന്നു. പിന്നെ ആ ദീപമാലയാണെങ്കിൽ ആർട്ടിഫിഷ്യലാണ്. കിരീടധാരണം നടക്കുമ്പോൾ കരിമരുന്ന് പ്രയോഗിക്കുന്നു എന്നല്ല. ദീപാവലിക്ക് ലക്ഷ്മിയെ വിളിക്കുന്നു, പൂജ ചെയ്യുന്നു. ഈ ഉത്സവം ഭക്തിമാർഗത്തിൻ്റെതാണ്. ഏതെല്ലാം രാജാക്കന്മാർ സിംഹാസനത്തിലിരിക്കുന്നുവോ അവരുടെ കിരീടധാരണ ദിവസം ആർഭാടപൂർവം ആഘോഷിക്കുന്നു. ഇതെല്ലാം പരിധിയുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ പരിധിയുള്ള വിനാശവും സത്യമായ ദസറയും നടക്കണം. ബാബ വന്നിരിക്കുന്നു സർവരുടെയും ജ്യോതി ജ്വലിപ്പിക്കുവാൻ. മനുഷ്യർ മനസ്സിലാക്കുന്നു നമ്മുടെ ജ്യോതി വലിയ ജ്യോതിയുമായി ചേരും എന്ന്. ബ്രഹ്മസമാജികളുടെ ക്ഷേത്രത്തിൽ സദാ ജ്യോതി തെളിക്കുന്നു. ശലഭം ജ്യോതിയെ ചുറ്റിക്കറങ്ങി അർപ്പണമാകുന്നത് പോലെ നമ്മുടെയും ആത്മാവ് ഇപ്പോൾ വലിയ ജ്യോതിയിൽ ചേരും എന്ന് മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് ഉദാഹരണം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളാണ് പകുതി കൽപ്പത്തെ പ്രിയതമ. നിങ്ങൾ വന്ന് ഒരു പ്രിയതമനിൽ അർപ്പണമായിരിക്കുന്നു. കത്തിപ്പോകുന്നതിൻ്റെ കാര്യമില്ല. ആ പ്രിയതമനും പ്രിയതമയും അന്യോന്യം പ്രണയിതാക്കൾ ആകുന്നു. ഇവിടെയാണെങ്കിൽ ഒരേ ഒരു പ്രിയതമനാണ്, ബാക്കിയെല്ലാം പ്രിയതമമാരാണ്. പ്രിയതമമാർ ആ പ്രിയതമനെ ഭക്തിമാർഗത്തിൽ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയതമ അങ്ങ് വരൂ, അപ്പോൾ നമ്മൾ നിന്റെ മേൽ ബലി അർപ്പിക്കട്ടെ. നിന്നെ അല്ലാതെ നമ്മൾ മറ്റാരെയും ഓർമ്മിക്കില്ല. ഇത് നിങ്ങളുടെ ശാരീരിക സ്നേഹമല്ല, ആ പ്രിയതമയുടെയും പ്രിയതമൻ്റെയും ശാരീരിക സ്നേഹമാണ്. പരസ്പരം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നോക്കുന്നതിലൂടെ തന്നെ തൃപ്തമാകുന്നത് പോലെയാണ്. ഇവിടെയാണെങ്കിൽ ഒരു പ്രിയതമനാണ്, ബാക്കിയെല്ലാം പ്രിയതമകളാണ്. എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നു. ചിലർ പ്രകൃതിയെയും മറ്റും മാനിക്കുന്നു. എങ്കിലും ഓ ഗോഡ്, ഹേ ഭഗവാൻ എന്ന മുഖത്തു നിന്നും തീർച്ചയായും വരുന്നു. നമ്മുടെ ദുഃഖം അകറ്റൂ എന്ന് എല്ലാവരും ആ ഒന്നിനെ വിളിക്കുന്നു. ഭക്തിമാർഗത്തിലാണെങ്കിൽ ധാരാളം പ്രിയതമമാരും പ്രിയതമന്മാരുമുണ്ട്. ചിലർ ഒരാളുടെ പ്രിയതമൻ, ചിലർ മറ്റൊരാളുടെ പ്രിയതമൻ. ഹനുമാന് എത്ര പ്രിയതമമാരുണ്ടാകും? എല്ലാവരും അവരവരുടെ പ്രിയതമന്റെ ചിത്രമുണ്ടാക്കി പിന്നെ പരസ്പരം ഒത്തുചേർന്നിരുന്ന് അതിൻ്റെ പൂജ ചെയ്യുന്നു. പൂജ ചെയ്ത ശേഷം പ്രിയതമനെ മുക്കി താഴ്ത്തുന്നു. അർത്ഥമൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ ആ കാര്യമില്ല. നിങ്ങളുടെ ഈ പ്രിയതമൻ സദാ വെളുപ്പാണ്, ഒരിക്കലും കറുപ്പാകുന്നില്ല. യാത്രക്കാരനാകുന്ന ബാബ വന്ന് എല്ലാവരെയും വെളുപ്പാക്കി മാറ്റുന്നു. നിങ്ങളും യാത്രക്കാരാണല്ലോ. ദൂരദേശത്തു നിന്നും വന്ന് ഇവിടെ പാർട്ട് അഭിനയിക്കുന്നു. നിങ്ങളിലും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ത്രികാലദർശിയായി കഴിഞ്ഞു. രചയിതാവിനെയും രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തെയും അറിയുന്നു. അപ്പോൾ നിങ്ങൾ ത്രികാലദർശിയായ ബ്രഹ്മകുമാർ കുമാരിമാരായി. ജഗദ്ഗുരു എന്നെല്ലാം ടൈറ്റിൽ ലഭിക്കുന്നുവല്ലോ, അതുപോലെ നിങ്ങൾക്ക് ഈ ടൈറ്റിൽ ലഭിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും നല്ല ടൈറ്റിൽ ലഭിക്കുന്നു, സ്വദർശന ചക്രധാരി. ബ്രാഹ്മണരായ നിങ്ങൾ മാത്രമാണോ സ്വദർശന ചക്രധാരി, അതോ ശിവബാബയുമാണോ? ശിവബാബയുമാണ് എന്ന് പറഞ്ഞു. അതെ, ആത്മാവ് തന്നെയാണല്ലോ സ്വദർശന ചക്രധാരിയാകുന്നത്.
ശരീരത്തോടൊപ്പം ബാബയും ഇതിൽ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ശിവ് ബാബ സുദർശന ചക്രധാരി അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ആക്കുവാനാണ്? ആ ഒന്ന് ഏറ്റവും സുപ്രീമായ ഉയർന്നതിലും ഉയർന്ന ആത്മാവാണ്. ദേഹത്തെ അല്ല പറയുന്നത്. ആ സുപ്രീം പിതാവ് തന്നെ വന്ന് നിങ്ങളെ സുപ്രീമാക്കി മാറ്റുന്നു. ആത്മാക്കൾക്കല്ലാതെ ആർക്കും തന്നെ സുദർശന ചക്രധാരിയാകുവാൻ സാധിക്കില്ല. ഏതാത്മാക്കൾക്ക്? ആരാണോ ബ്രാഹ്മണ ധർമ്മത്തിലുള്ളത്. ശൂദ്രധർമ്മത്തിലായിരുന്നപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾ അറിഞ്ഞു. എത്ര നല്ല നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് കേൾക്കുന്നതും സന്തോഷിക്കുന്നതും. പുറത്തുള്ളവർ ഇത് കേൾക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടും. ആഹാ, ഇതാണെങ്കിൽ വളരെ ഉയർന്ന ജ്ഞാനമാണ്. ശരി, നിങ്ങളും ഇങ്ങനെ സ്വദർശന ചക്രധാരിയാകൂ. എങ്കിൽ പിന്നെ ചക്രവർത്തി രാജാവും വിശ്വത്തിന്റെ അധികാരിയും ആയി മാറും. ഇവിടെ നിന്നും പുറത്തു പോയി കഴിഞ്ഞു. മായ ഇത്രയും ധീരനാണ്. ഇവിടെ ഉള്ളത് ഇവിടെ തന്നെയായി. ഗർഭത്തിൽ വെച്ച് കുട്ടി വാഗ്ദാനം ചെയ്ത ശേഷം പുറത്തു വരുന്നു. എങ്കിലും അവിടെ ഉള്ളത് അവിടെ തന്നെ അവശേഷിക്കുന്നു. നിങ്ങൾ എക്സിബിഷനിലും മറ്റും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. വളരെ നല്ലത് നല്ലത് എന്ന് പറയുന്നു. നോളജ് വളരെ നല്ലതാണ്. ഞാനിങ്ങനെ പുരുഷാർത്ഥം ചെയ്യും, ഇത് ചെയ്യും. പുറത്തിറങ്ങി കഴിഞ്ഞു. അവിടെയുള്ളത് അവിടെയായി. എങ്കിലും കുറച്ചൊക്കെ പ്രഭാവമുണ്ടായിരിക്കുന്നു. അവർ വീണ്ടും വരില്ല എന്നല്ല. വൃക്ഷത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വൃക്ഷം വൃദ്ധി പ്രാപിക്കുമ്പോൾ പിന്നെ എല്ലാവരെയും ആകർഷിക്കും. ഇപ്പോഴാണെങ്കിൽ ഇത് രൗരവ നരകമാണ്. ഗരുഡ പുരാണത്തിൽ ഇങ്ങനെയുള്ള രസകരമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അത് മനുഷ്യരെ കേൾപ്പിക്കുന്നു. അവർക്ക് അല്പം ഭയം ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി. മനുഷ്യൻ പാമ്പും തേളും മറ്റുമാകുന്നു എന്ന കാര്യം അതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ വിഷയവൈതരണി നദിയിൽ നിന്നും മാറ്റി ക്ഷീരസാഗരത്തിലേക്ക് അയക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ശാന്തിധാം നിവാസിയായിരുന്നു. പിന്നെ സുഖധാമത്തിൽ പാർട്ട് അഭിനയിക്കുവാൻ വന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നു. ഈ ധാമത്തെ ഓർമ്മിക്കുമല്ലോ. നീ മാതാവും പിതാവും എന്ന് പാടുന്നുമുണ്ട്. ആ അളവറ്റ സുഖം ഉണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. ഇപ്പോൾ സംഗമമാണ്. ഇവിടെ അവസാനം നിലവിളിക്കും. കാരണം അതിദുഃഖമുണ്ടാകും. പിന്നെ സത്യയുഗത്തിൽ അതിസുഖമുണ്ടാകും. അതിസുഖത്തിൻ്റെയും അതിദുഃഖത്തിൻ്റെയും ഈ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. വിഷ്ണുവിൻ്റെ അവതാരവും കാണിക്കുന്നു. ലക്ഷ്മി നാരായണന്മാരുടെ ജോഡി മുകളിൽ നിന്നും വരുന്നത് പോലെ. ഇപ്പോൾ മുകളിൽ നിന്നും ശരീരധാരികൾ ആരും വരുന്നില്ല. മുകളിൽ നിന്നും വരുന്നത് ഓരോ ആത്മാവുമാണ്. എന്നാൽ ഈശ്വരന്റെ അവതരണം വളരെ വിചിത്രമാണ്. ആ ഒന്ന് വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. അതിൻ്റെ ഉത്സവമായി ശിവജയന്തി ആഘോഷിക്കുന്നു. പരംപിത പരമാത്മാ ശിവൻ തന്നെയാണ് മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകുന്നത് എന്ന് അറിയാമായിരുന്നുവെങ്കിൽ മുഴുവൻ വിശ്വത്തിലും ഗോഡ് ഫാദറിൻ്റെ ഉത്സവം ആഘോഷിക്കുമായിരുന്നു. പരിധിയില്ലാത്ത പിതാവിൻ്റെ സ്മാരകം ആഘോഷിക്കുന്നത് ശിവബാബ തന്നെയാണ് ലിബറേറ്ററും ഗൈഡും എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആ ഒന്നിൻ്റെ ജന്മം തന്നെ ഭാരതത്തിലാണ് ഉണ്ടാകുന്നത്. ശിവജയന്തിയും ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത്. എന്നാൽ പൂർണ്ണമായ തിരിച്ചറിവില്ല. അപ്പോൾ ഹോളിഡേയും ആക്കുന്നില്ല. ഏതൊരു ബാബയാണോ സർവരുടെയും സദ്ഗതി ചെയ്യുന്നവൻ, ആരാണോ തൻ്റെ ജന്മഭൂമിയിൽ വന്ന് അലൗകിക കർത്തവ്യം ചെയ്യുന്നത്, ആ ഒന്നിൻ്റെ ജന്മദിനവും തീർത്ഥയാത്രയും വളരെയധികം ആഘോഷിക്കേണ്ടതാണ്.
നിങ്ങളുടെ സ്മാരകമായ ക്ഷേത്രങ്ങളും ഇവിടെ തന്നെയാണുള്ളത്. എന്നാൽ ശിവബാബ തന്നെയാണ് വന്ന് ലിബറേറ്ററും ഗൈഡും ആകുന്നത് എന്നത് ആർക്കും അറിയില്ല. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ മനസ്സിലാക്കുന്നില്ല. ഭാരതം വളരെ ഉയർന്നതിലും ഉയർന്ന ഖണ്ഡമാണ്. ഭാരതത്തിൻ്റെ മഹിമ അപാരമായി പാടപ്പെട്ടിട്ടുണ്ട്. അവിടെ തന്നെയാണ് ശിവബാബയുടെ ജന്മമുണ്ടാകുന്നത്. അതിനെ ആരും മാനിക്കുന്നില്ല, സ്റ്റാമ്പും ഉണ്ടാക്കുന്നില്ല. മറ്റുള്ളവരുടേതാണെങ്കിൽ വളരെയധികം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒന്നിൻ്റെ മഹത്വം എല്ലാവരും അറിയുന്നതിനായി എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ? വിദേശത്തും സന്യാസിമാരും മറ്റും പോയി ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പഠിപ്പിക്കുന്നു. എപ്പോഴാണോ നിങ്ങൾ ഈ രാജയോഗം പറഞ്ഞു കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പേരുണ്ടാകും. പറയൂ, രാജയോഗം ആര് പഠിപ്പിച്ചിരുന്നു? ഇത് ആർക്കും അറിയില്ല. കൃഷ്ണനും ഹഠയോഗം പഠിപ്പിച്ചിട്ടില്ല. സന്യാസിമാരുടേത് ഹഠയോഗമാണ്. ആരാണോ വളരെ നല്ല വിദ്യാഭ്യാസമുള്ളവർ, അവർ സ്വയം ഫിലോസഫർ എന്ന് പറയുന്നു. അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നന്നാവുകയും ചെയ്യട്ടെ. പറയണം, നമ്മളും ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. വലുതിലും വലിയ തീർത്ഥസ്ഥാനം ഇതാണെന്നും ഇവിടെ ബാബ വരുന്നു എന്നും മനസ്സിലാക്കട്ടെ. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഇതിനെ ധർമ്മഭൂമി എന്ന് പറയുന്നു. ഇവിടെ എത്ര ധർമാത്മാക്കൾ ഉണ്ടായിരിക്കുന്നുവോ അത്രയും മറ്റെവിടെയുമില്ല. നിങ്ങൾ എത്ര ദാനപുണ്യം ചെയ്യുന്നു? ബാബയെ അറിഞ്ഞ് ശരീരം, മനസ്സ്, ധനം എല്ലാം സേവനത്തിൽ ഉപയോഗിക്കുന്നു. ബാബ തന്നെയാണ് സർവരെയും ലിബറേറ്റ് ചെയ്യുന്നത്, സർവരെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. മറ്റ് ധർമ്മസ്ഥാപകരാരും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നില്ല. അവർ വരുന്നത് തന്നെ അയാൾക്ക്, അതായത് ധർമ്മസ്ഥാപകന് പിന്നാലെയാണ്. നമ്പർ വാറായി സർവരും പാർട്ട് അഭിനയിക്കാൻ വരുന്നു. പാർട്ട് അഭിനയിച്ച് തമോ പ്രധാനമാകുന്നു. പിന്നെ ബാബ വന്ന് സദോ പ്രധാനമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഭാരതം എത്ര വലിയ തീർത്ഥസ്ഥാനമാണ്! ഭാരതം ഏറ്റവും നമ്പർ 1 ഉയർന്ന ഭൂമിയാണ്. ബാബ പറയുന്നു, ഇത് എൻ്റെ ജന്മഭൂമിയാണ്. ഞാൻ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു, ഭാരതത്തെ ഹെവനാക്കി മാറ്റുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുവാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. നിങ്ങളെ കണ്ട് മറ്റുള്ളവരും ഇങ്ങനെയുള്ള കർമ്മം ചെയ്യും. ഇതിനെ തന്നെയാണ് അലൗകിക ദിവ്യ കർമ്മം എന്ന് പറയുന്നത്. ആരും അറിയുകയില്ല എന്ന് മനസ്സിലാക്കരുത്. ഇങ്ങനെയുള്ളവർ വരും. അവർ നിങ്ങളുടെ ഈ ചിത്രങ്ങളും കൊണ്ടുപോകും. നല്ല നല്ല ചിത്രങ്ങൾ തയ്യാറാകണം. അപ്പോൾ സ്റ്റീമർ നിറച്ച് കൊണ്ടുപോകും. സ്റ്റീമർ എവിടെയെല്ലാം നിൽക്കുന്നുവോ അവിടെ ഈ ചിത്രങ്ങൾ വയ്ക്കും. നിങ്ങളുടെ വളരെയധികം സർവീസ് ഉണ്ടാകണം. വളരെയധികം ഉദാര ചിത്തരും കാണിക്കപ്പെട്ട് നിറയ്ക്കുന്നവരുമായ സാവൽഷമാരും വരും. അവർ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുവാൻ തുടങ്ങുന്നു. അതിലൂടെ ഈ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്തുകയും പുതിയ ലോകം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഇതാരാണ് എന്ന് എല്ലാവരും അറിയും. നിങ്ങളുടേതും ആദ്യം തുച്ഛബുദ്ധിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എത്ര സ്വച്ഛബുദ്ധിയായിരിക്കുന്നു. അറിയുന്നുണ്ട്, നമ്മൾ ഈ ജ്ഞാനത്തിലൂടെയും യോഗബലത്തിലൂടെയും വിശുദ്ധെ ഹെവനാക്കി മാറ്റുന്നു. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകും. നിങ്ങൾക്കും അതോറിറ്റി ആകണം. പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണല്ലോ. ശക്തി ലഭിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ബാബയെ വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി എന്ന് പറയുന്നു.
സർവ വേദശാസ്ത്രങ്ങളുടെ സാരം പറഞ്ഞു തരുന്നു. അപ്പോൾ കുട്ടികൾക്ക് സർവീസിൻ്റെ എത്ര ഉന്മേഷമുണ്ടായിരിക്കണം. മുഖത്തിലൂടെ ജ്ഞാനരത്നങ്ങളല്ലാതെ മറ്റൊന്നും വരരുത്. നിങ്ങൾ ഓരോരുത്തരും രൂപ് ബസന്താണ്. നിങ്ങൾ കാണുന്നുണ്ട്, മുഴുവൻ ലോകവും ഹരിതാപമായി മാറുന്നു. എല്ലാം പുതിയത്. അവിടെ ദുഃഖത്തിൻ്റെ പേരില്ല. 5 തത്വങ്ങളും നിങ്ങളുടെ സേവനത്തിനായി ഹാജരാകുന്നു. ഇപ്പോൾ അവ ഡിസ്സർവീസ് ചെയ്യുന്നു, കാരണം മനുഷ്യർ യോഗ്യരല്ല. ബാബ ഇപ്പോൾ യോഗ്യരാക്കി മാറ്റുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: രൂപ് ബസന്തായി മുഖത്തിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ തന്നെ പുറപ്പെടുവിക്കണം. സേവനത്തിൻ്റെ ഉന്മേഷത്തിലിരിക്കണം, ഓർമ്മയിലിരിക്കണം. സർവർക്കും ബാബയുടെ ഓർമ്മ വരുത്തണം. ഈ ദിവ്യ അലൗകിക കാര്യം ചെയ്യണം. സത്യം സത്യമായ പ്രിയതമയായി ഒരു പ്രിയതമനിൽ അർപ്പണമാകണം, അതായത് ബലി അർപ്പിക്കണം. അപ്പോൾ സത്യമായ ദീപാവലി ഉണ്ടാകും. വരദാനം: ഗൃഹസ്ഥ വ്യവഹാരവും ഈശ്വരീയ വ്യവഹാരവും രണ്ടിൻ്റെയും സമാനതയിലൂടെ സദാ ഭാരരഹിതവും സഫലവും ആയി ഭവിക്കട്ടെ. എല്ലാ കുട്ടികൾക്കും ശരീര നിർവഹണത്തിൻ്റെയും ആത്മനിർവഹണത്തിൻ്റെയും ഡബിൾ സേവനം ലഭിച്ചിരിക്കുന്നു. എന്നാൽ 2 സേവനങ്ങളിലും സമയത്തിൻ്റെയും ശക്തികളുടെയും സമാന അറ്റൻഷൻ ആവശ്യമാണ്. അഥവാ ശ്രീമത്തിൻ്റെ സൂചി ശരിയാണ് എങ്കിൽ 2 സൈഡും സമാനമായിരിക്കും. എന്നാൽ ഗൃഹസ്ഥൻ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ഗൃഹസ്ഥയായി പോകുന്നു. അപ്പോൾ ഒഴിവ് കഴിവുകൾ ആരംഭിക്കുന്നു. അതിനാൽ ഗൃഹസ്ഥി അല്ല, ട്രസ്റ്റിയാണ്. ഈ സ്മൃതിയിലൂടെ ഗൃഹസ്ഥ വ്യവഹാരവും ഈശ്വരീയ വ്യവഹാരവും രണ്ടിലും സമാനത വയ്ക്കൂ. അപ്പോൾ സദാ ഭാരരഹിതവും സഫലവും ആയിരിക്കും. സ്ലോഗൻ: ഫസ്റ്റ് ഡിവിഷനിൽ വരുന്നതിനായി കർമ്മേന്ദ്രിയ ജീത്തും മായാ ജീത്തുമാകും. ഓം ശാന്തി. വരദാനം: വിശ്വ മഹാരാജൻ്റെ പദവി പ്രാപ്തമാക്കുന്ന സർവശക്തികളുടെയും സ്റ്റോക്കിനാൽ സമ്പന്നരായി അഥവാ നിറഞ്ഞവരായി ഭവിക്കട്ടെ. ആരാണോ വിശ്വ മഹാരാജാവിൻ്റെ പദവി പ്രാപ്തമാക്കുന്ന ആത്മാക്കൾ, അവരുടെ പുരുഷാർത്ഥം കേവലം തനിക്ക് വേണ്ടി മാത്രം ആയിരിക്കില്ല. സ്വന്തം ജീവിതത്തിൽ വരുന്ന വിഘ്നവും പരീക്ഷകളും മറികടക്കുന്നത് വളരെ കോമൺ ആണ്. എന്നാൽ ആരാണോ വിശ്വ മഹാരാജൻ ആകുന്ന ആത്മാക്കൾ, അവരുടെ അടുക്കൽ ഇപ്പോൾ മുതൽ തന്നെ സർവശക്തികളുടെയും സ്റ്റോക്ക് നിറഞ്ഞതായിരിക്കും. അവരുടെ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും മറ്റുള്ളവരെ പ്രതി ആയിരിക്കും. ശരീരം, മനസ്സ്, ധനം, സമയം, ശ്വാസം എല്ലാം വിശ്വമംഗളത്തിൽ സഫലം ആയിക്കൊണ്ടിരിക്കും. സ്ലോഗൻ: ഒരു ദൗർബല്യം പോലും അനേകം വിശേഷതകളെ സമാപ്തമാക്കുന്നു. അതിനാൽ ദൗർബല്യങ്ങളെ മൊഴിച്ചൊല്ലൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. തൻ്റെ ശുഭഭാവന, ശ്രേഷ്ഠ കാമന, ശ്രേഷ്ഠ വൃത്തി, ശ്രേഷ്ഠ വൈബ്രേഷനിലൂടെ ഏതൊരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ടും മനസ്സിലൂടെ അനേകം ആത്മാക്കളുടെ സേവനം ചെയ്യുവാൻ സാധിക്കും. ഇതിനുള്ള വിധിയാണ് ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസ് ആവുക. ഇതിൽ സ്ഥൂല സാധനങ്ങളുടെയോ ചാൻസിൻ്റെയോ സമയത്തിൻ്റെയോ പ്രോബ്ലം ഇല്ല. കേവലം ലൈറ്റും മൈറ്റും കൊണ്ട് സമ്പന്നം ആകുന്നതിൻ്റെ ആവശ്യകതയാണ് ഉള്ളത്. ഓം ശാന്തി.
മനസ്സാ സേവനത്തിൻ്റെ അഭ്യാസം. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലെത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തി ദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ.